എടാ ഇന്ന് നമ്മൾ നോക്കുന്നത് 10th പ്രിലിംസിന് 4ാം ഘട്ടത്തിൽ കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ചോദിച്ച ഒരു ചോദ്യമാണ് കേട്ടോ. ചോദ്യം ശ്രദ്ധിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, പെരിയാർ നദിക്ക് കുറുകെ ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ അണക്കെട്ടുകൾ ചേർന്നതാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭൂഗർഭ പവർ ഹൗസ് സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റത്താണ്. താഴെ പറഞ്ഞിട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ 1976 എന്നാണ്. 1976 ഈ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? അത് ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. എന്താണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 1976 ഇന്ദിരാഗാന്ധിയാണ്. ഈ ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത് 2 മലകൾക്കിടയിലാണ്. ഏതൊക്കെയാണ് ആ മല? അത് കുറവൻ കുറത്തി മലകൾക്കിടയിലാണ് കേട്ടോ. ഈ കുറവൻ കുറത്തി മലകൾക്കിടയിലുള്ള ഈ ഒരു സ്ഥലം കാണിച്ചു കൊടുത്ത ഒരു ആദിവാസി മൂപ്പനുണ്ട്. അതാരാണെന്ന് നമ്മളോട് ചോദിക്കാം. ആരാണ്? അത് കരുവെള്ളയാൻ കൊലുമ്പനാണ്. ആരാണ്? കരുവെള്ളയാൻ കൊലുമ്പൻ, അല്ലെങ്കിൽ കൊലുമ്പൻ മൂപ്പൻ എന്നൊക്കെ പറയാറുണ്ട്. ഇനി ഈ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും 3 അണക്കെട്ടുകളാണുള്ളത്. ഏതൊക്കെയാണ്? ചെറുതോണി, കുളമാവ്, ഇടുക്കി ആർച്ച് ഡാം. ഇതില് ചെറുതോണി ഡാമുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം ഏതാണ്? അതുപോലെ തന്നെ ഈ ചെറുതോണി ഡാമിന് അഭിമുഖമായി നിൽക്കുന്ന പ്രതിമ ആരുടേതാണ്? ഏതാണ്? ചെറുതോണി ഡാമിന് അഭിമുഖമായിട്ട് നിൽക്കുന്ന പ്രതിമ ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് കൊലുമ്പൻ മൂപ്പന്റെ പ്രതിമയാണ് കേട്ടോ. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? ഇടുക്കി ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. ഇതിന്റെ സ്ഥാപിത ശേഷി പല തവണ നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. എത്രയാണ്? 780 മെഗാവാട്ടാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പവർ ഹൗസ് സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റത്താണ്. അതായത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള 3 ഡാമുകൾ, ചെറുതോണി, കുളമാവ്, ഇടുക്കി ഡാമുകളിൽ നിന്ന് പെൻസ്ട്രോക്ക് വഴി മൂലമറ്റത്തുള്ള പവർ ഹൗസിലേക്ക് ജലം എത്തിച്ച് അവിടെയാണ് അതിന്റെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളത് കൂടി ഒന്ന് ഓർത്തു വെക്കണേ. അപ്പോൾ ഇവിടെ പവർ ഹൗസ് സ്ഥാപിച്ചിട്ടുള്ളത് എവിടെയാണ്? മണ്ണിനടിയിലാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ആദ്യത്തെ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി എന്ന് മൂലമറ്റത്തിനെ പറയുന്നത്.